കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ പങ്കുവച്ച ഹൃദയസ്പർശിയായിട്ടുള്ളൊരു അനുഭവമാണ്, ഒരു പാഠം കൂടിയാണ് എല്ലാവർക്കും. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, വല്ലാത്ത പാപപ്രലോഭനം വരും. ഒരു കാലത്ത് തന്നെ വല്ലാതെ അത് കീഴ്പ്പെടുത്തിയിരുന്നു അച്ഛാ. ഇപ്പോൾ ഞാൻ വിട്ടുകൊടുക്കാറില്ല. ഞാൻ എന്താണ് ചെയ്തതെന്ന് അച്ഛനറിയാമോ? ഞാൻ പറഞ്ഞില്ല, നീ പറ. ഓരോ പാപപ്രലോഭനം വരുമ്പോഴും ഞാൻ ഈശോയോട് പറയും, ഈശോയെ, വല്ലാതെ വേദനിക്കുന്നുണ്ട്, പക്ഷെ നിനക്കിതൊരു റോസാപ്പൂവായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് അവനൊരു റോസാപ്പൂ കൊണ്ടുള്ള കിരീടം ഈശോയ്ക്ക് ചാർത്തി കൊടുക്കും. ഇപ്പോൾ അതിൻ്റെ മേലെ അവനൊരു ആധിപത്യം ഉണ്ടെന്നാണ് പറയുന്നത്. ലോകത്തിൻ്റേതല്ലാത്ത മട്ടിൽ ജീവിക്കുന്നവൻ ആരായാലും യുദ്ധമുറപ്പ്, ആത്മീയ മേഖലയിൽ അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്ന് എപ്പോഴും നമുക്കൊരു ആക്രമണം ഉണ്ടാവും. ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, ലോകം നിങ്ങളെ ദ്വേഷിക്കും, കാരണം നീ ഈശോയുടേതാണ്. പ്രിയപ്പെട്ടവരെ, നിന്നെ ഉൾക്കൊള്ളാൻ ലോകത്തിനോ ലോകത്തെ ഉൾക്കൊള്ളാൻ നിനക്കോ പറ്റില്ല. ബിക്കോസ് യു ആർ ചോസൺ. ആമീൻ.